ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്താണ് നന്ദനെ ഇസബെല്ല എന്നുണ്ടെങ്കിൽ തട്ടിക്കൊണ്ടു പോകുന്നത്. ഒരിക്കലും നന്ദൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറ്റില്ല, സത്യങ്ങളൊക്കെ തന്നെ ഒരിക്കലും പുറത്തു പറയാൻ പറ്റില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണത്. പക്ഷെ ഇപ്പോഴും നന്ദൻ അറിയാത്ത ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇസബെല്ലയും കെവിനും ഋഷിയും എല്ലാവരും ചേർന്നിട്ട് തന്നെ ചതിക്കുകയാണ് എന്നൊരു കാര്യം പ്രഭാവതിയും നന്ദനും ആരും തന്നെ അറിയണില്ല. ഐസക്കിന്റെ മകളാണ് ഇസബെല്ല എന്നൊരു സത്യം ഇതുവരെ തന്നെ ആരും അറിഞ്ഞിട്ടുമില്ല. ഇതോടുകൂടിയിട്ട് ഒരു കാര്യം നല്ല വ്യക്തമാണ്, അതായത് ഒരു തെളിവും ബാക്കി വെക്കാതെയാണ് ഇസബെല്ലയുടെ ആൾക്കാര് നന്ദനെ അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്. കേസ് കൊടുത്തതിന്റെ പിന്നാലെ ഐസക്കാന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുമുണ്ട്. തന്റെ മകളാണ് ഇതിന്റെ പിന്നിലെന്ന് നല്ലോണം അറിയാം, എന്നിട്ട് പോലും എല്ലാവരുടെയും മുന്നിൽ നല്ലോണം അഭിനയിക്കുകയാണ്. നന്ദന് മാനസികമായിട്ട് എന്തെങ്കിലും ഡിപ്രഷനോ കാര്യങ്ങളോ ഉണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് ഗിരീഷ് എന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് അവനങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്രണ്ട്സ് എന്ന് പറയാനും ഇസബെല്ലയും കെവിനും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഐസക്കാന്നുണ്ടെങ്കിൽ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം ഇസബെല്ല തന്റെ മകളാണ്, ഇതിനെല്ലാത്തിനും കൂട്ടു നിൽക്കുന്നതും ഞാൻ തന്നെയാണ്, ഇനിയിപ്പോ ഈ കേസെല്ലാം തന്നെ ഞങ്ങളുടെ മേലെ വരുമോ എന്നൊരു കാര്യം അയാളെ നല്ലോണം അലട്ടുന്നുണ്ട്. ഇതിനിടയില് ഋഷിയാന്നുണ്ടെങ്കിൽ ഇസബെല്ലനെയും കൂട്ടുപിടിച്ചിട്ട് നന്ദനെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു കാര്യം അരുന്ധതി എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. തന്റെ മകൻ ഒന്നിനു പുറകെ തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിപ്പോ എവിടെ പോയി അവസാനിക്കും എന്നൊരു കാര്യം അരുന്ധതിയും ആകെ അലട്ടാണ്. പെട്ടെന്ന് ഒരു ഫോൺ കോള് വന്നിട്ട് തന്റെ കൂട്ടുകാരന് എന്തോ അപകടം പറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഗിരിയാന്നുണ്ടെങ്കിൽ പോയപ്പോ തന്നെ രജനിക്കും അമ്മയ്ക്കും നല്ല ഡൗട്ടായതാണ്. തിരിച്ചു വന്ന ഗിരിയോട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് നിങ്ങൾ പോയത് എന്നെല്ലാം ചോദിക്കുമ്പോൾ തന്നെയാണ് ഗിരിയാന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറയണത്. നന്ദനെ ചന്ദ്രത്തിൽ നിന്നും കാണാനില്ല, കുറച്ചു നേരമായി അവനെ കാണാനായിട്ട്. എന്തായാലും അവനൊരിക്കലും സ്വയം ഇറങ്ങിപ്പോവില്ല, പോലീസ് സ്റ്റേഷനിൽ സ്വയമായിട്ട് കീഴടങ്ങാം എന്ന് അവൻ തന്നെയാണ് സമ്മതിച്ചത്. അതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ പിന്നില് ആരൊക്കെയുണ്ട്, എന്തായാലും അത് ദേവിക കണ്ടുപിടിക്കും എന്ന് പറയുമ്പോൾ തന്നെ രജനി എന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടിവരയ്ക്കാണ്. ഇതേ സമയം നന്ദനെ കാണാനില്ല എന്നൊരു കാര്യം ഹരിസാർ എന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ട്. നേരെ തന്നെ ചന്ദ്രത്തെ വീട്ടിലേക്ക് വന്നിട്ട് നന്ദനെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും പ്രഭാവതിക്ക് ആകെ പേടിയാവാണ്. എൻ്റെ മകനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം, അവനൊരിക്കലും ഇങ്ങനെ ചെയ്യില്ല, ഇതിന്റെ പുറകില് ആരൊക്കെയുണ്ട് എന്നെല്ലാം പറയുമ്പോൾ തന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട പ്രഭാവതി, നമുക്ക് നന്ദനെ എന്തായാലും കണ്ടുപിടിക്കാം എന്ന് പറയുന്നുണ്ട്. സിദ്ധാർത്ഥനായാലും ഇതിലെല്ലാം തന്നെ എന്തൊക്കെ ഡൗട്ട് ഉണ്ട്, കാരണം നന്ദൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല, സ്വന്തമായിട്ട് അവനെന്നുണ്ടെങ്കിൽ എല്ലാ തീരുമാനങ്ങളും എടുത്തതാണ്, അതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ പുറകില് എന്തൊക്കെയുണ്ട് എന്നൊരു കാര്യം എല്ലാവർക്കും ഡൗട്ട് വരികയാണ്. സിദ്ധാർത്ഥനോട് ഇൻഡയറക്റ്റ് ആയിട്ട് ഹരിസാറാന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഈ കേസിനെല്ലാം ഒരു തീരുമാനം നന്ദനെ കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടും, എന്തായാലും താൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം ചന്ദ്രത്തിൽ നിന്ന് വന്ന ഐസക്കാന്നുണ്ടെങ്കിൽ നേരെ തന്നെ ഇസബെല്ലയെ വിളിക്കുന്നുണ്ട്. നന്ദനെ തട്ടിക്കൊണ്ടുപോയ ഒരു തെളിവ് പോലും അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ല പാപ്പ, ഞാനല്ലേ കാര്യങ്ങളൊക്കെ ചെയ്തത്, ഒരു തെളിവ് പോലും ഞങ്ങൾ അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഐസക്കാന്നുണ്ടെങ്കിൽ നല്ല സന്തോഷിക്കുന്നുണ്ട്. അതിന്റെ പുറകെ ഈ ഒരു കേസിന്റെ പിന്നാലെയുള്ള ഗൗരവവും അവളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പിന്നീട് മാധവനെന്നുണ്ടെങ്കിൽ നന്ദനെ കാണാനില്ല എന്നൊരു കാര്യത്തെ പറ്റി ദേവികയോട് സംസാരിക്കുന്നുണ്ട്. അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മുടെ കൂടെ എന്തായാലും ശരിയുണ്ടാവും, നന്മ മാത്രമേ ജയിക്കുള്ളൂ, അതുകൊണ്ടൊക്കെ തന്നെ നന്ദുവിനെ നമുക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാധവനെ ആശ്വസിപ്പിക്കുകയാണ്. രജനിയെന്നുണ്ടെങ്കിൽ പ്രഭാവതിയെ വിളിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ അനിയനെ കാണാനില്ല, ഇതെന്തുകൊണ്ടാണ് കേസാക്കാത്തത് എന്ന് പറയുമ്പോൾ തന്നെ പ്രഭാവതി പറയുന്നുണ്ട് ഇതിപ്പോ മീഡിയക്കാരെയൊന്നും അറിയിക്കേണ്ടെന്നാണ് എന്റെയും അഭിപ്രായം, ഞങ്ങള് ഡിവൈഎസ്പിക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെയെങ്കിലും മീഡിയക്കാർ അറിഞ്ഞാല് അത് MLAയുടെ ഭാവി വരെ ബാധിക്കും, അതല്ലേ നല്ലത് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ MLAയുടെ ഭാവി എനിക്ക് എൻ്റെ അനിയനെ കണ്ടുപിടിക്കണം എന്ന് പറയണ രജനിയെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പ്രഭാവതി എന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇതോടുകൂടിയിട്ട് ഹരിവക്കീലിന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അതായത് ആദ്യമേ മനസ്സിലായ ഒരു കാര്യമാണ് ഋഷി ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന്, അപ്പോ പിന്നെ ഇതിന്റെ പിന്നിലും ഐസബെല്ലയും കെവിനുമായിരിക്കും എന്നൊരു കാര്യം ഹരിവക്കീൽ എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുകയാണ്. അപ്പൊ വരാൻ പോണ എപ്പിസോഡ്സിൽ ഓരോ കാര്യങ്ങളുടെയും ചുരുള് അഴിയാൻ പോവുകയാണ്. എപ്പിസോഡ്സിന് റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.